ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സ് നോക്കാം. ഈ കിച്ചൺ ടീമിലെ ഫൈറ്റ് ഒരിക്കലും അവസാനിക്കാത്തൊരു ഫൈറ്റാണ് കേട്ടോ. ഈ ലക്ഷ്മി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാവിലെ ചൊറിഞ്ഞോട് വരുന്നത്. ലക്ഷ്മി കിച്ചൺ ടീമിലല്ല, ക്ലീനിങ് സെക്ഷനിലോ മറ്റോ ആണ് ലക്ഷ്മിക്കുള്ള ഡ്യൂട്ടി. അപ്പോൾ കിച്ചൺ ടീമിന് ചൊറിഞ്ഞോട് വരിക എന്നത് ലക്ഷ്മി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വന്നിരിക്കുന്നത് എന്തായാലും ഒരു വൈൽഡ് കാർഡാണല്ലോ. എന്തായാലും അവർ അവരുടേതായ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കിയാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ അപ്പാനി അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്നിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ ഷാനവാസ്ക, നിങ്ങളല്ലേ ഈ കിച്ചൻ്റെ ടീം ക്യാപ്റ്റൻ, നിങ്ങൾ ഇവരോട് പറ ഇവിടെ എന്താണ് ഇന്ന് കഴിക്കാനുള്ളത് എന്ന്. ആ സമയം ഷാനവാസ് പറയുന്നുണ്ട് നല്ല ഉണ്ടംപൊരി പൊരിച്ച് വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഓക്കെ ഐ ആം വെയിറ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ലക്ഷ്മി വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഗെയിമിൻ്റെ രീതിയിൽ നോക്കിയാൽ ലക്ഷ്മി ഇവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. കാരണം വൈൽഡ് കാർഡ് ആണല്ലോ, അവരങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. ആ സമയം കിച്ചൺ ടീമിലെ അപ്പാനി നല്ല പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിക്ക്. പെങ്ങളെ, ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം കിച്ചൺ ടീമിലെ എല്ലാവരും ഒരേപോലെ രാവിലെ എഴുന്നേറ്റ് വന്ന് കിച്ചൺ ടീമിൽ ജോയിൻ ചെയ്യാറില്ല. കാരണം ആദ്യം 2 പേര് വരും, പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടൊക്കെ മറ്റു 2 പേര് വരുന്നത്. കാരണം ഇവിടെ 2 ബാത്റൂമൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ അസൗകര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ എല്ലാ സമയത്തും ഒരുപോലെ ആളുണ്ടാവത്തില്ല കിച്ചണിൽ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. പിന്നെ ഇവിടുത്തെ മോർണിംഗ് ടാസ്ക് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫുഡ് എന്തെല്ലാം റെഡിയാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യരുത് എന്നൊക്കെ വളരെ കാമായിട്ടാണ് ലക്ഷ്മിയുടെ അടുത്ത് സംസാരിക്കുന്നത് കേട്ടോ. അപ്പാന് ശരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ലക്ഷ്മിക്ക് അതൊന്നും തലയിലേക്ക് കയറുന്നില്ല കേട്ടോ. പുള്ളിക്കാരി വെറുതെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുവാണ് അവിടെ.